ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം. 6 വർഷത്തിന് ശേഷം വി ബോർഡ് ഹൗസിന്റെ ഇന്നത്തെ സ്ഥിതി എന്താണെന്ന് പല ആൾക്കാരും ചോദിക്കുകയുണ്ടായി. എൻ്റെ ഇതിനു മുമ്പുള്ള വീഡിയോ ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. വി ബോർഡ് ഹൗസ് എങ്ങനെയാണ് നിർമ്മിച്ചത്. എന്നാൽ ഇപ്പം ഞാൻ പറയാൻ വന്നതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം, ഞാൻ 2021 ഇതിൻ്റെ വർക്ക് ഞാൻ ചെയ്തത്. 2021 ശേഷം 6 വർഷങ്ങൾ കഴിയുമ്പോൾ ഈ വീടിന് ഇന്നത്തെ സ്ഥിതി എന്താണ് എന്നുള്ളതാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. സോ അന്ന് എനിക്ക് ഈ വീട് നിർമ്മിക്കുന്നതിൽ ഏതാണ്ട് 2.5-3 ലക്ഷം രൂപയോളം ചിലവ് വന്നു. വീടിൻ്റെ മുകൾ ഭാഗമാണ് ഞാൻ നിർമ്മിച്ചത്. എന്നാൽ ഇന്ന് നിർമ്മിക്കുമ്പോൾ ഒരു കോസ്റ്റ് അല്ല തീർച്ചയായിട്ടും ഈ വീടിനുണ്ടാകാൻ പോകുന്നത്. അത് വളരെയധികം ചേഞ്ച് ആയിട്ടുണ്ട്. സോ അതിനെപ്പറ്റി ഞാൻ ധാരാളം പറഞ്ഞു. എന്നാൽ ഈ ഇന്നത്തെ ഇതിൻ്റെ പ്രത്യേകത എന്താണ്, ഇപ്പം അതിൻ്റെ സ്ഥിതി എന്താണ്, അതാണ് ഞാൻ പ്രധാനമായിട്ട് പറയാൻ ഉദ്ദേശിക്കുന്നത്. പ്രധാനമായിട്ടും പല ആളുകളും പറയാറുണ്ട്, വി ബോർഡ് ഹൗസിന് ക്രാക്കുകൾ ഒരുപാട് വീഴുന്നുണ്ട്, അതിനെ എങ്ങനെ മാനേജ് ചെയ്യേണ്ടത് എന്നുള്ളത് പല ആൾക്കാരും ചോദിക്കുന്നുണ്ട്. സോ എന്നാൽ എൻ്റെ ഈ വീട് കണ്ടില്ലേ, ഇത് വി ബോർഡാണ്. നിങ്ങൾക്ക് കൊട്ടിയാൽ മനസ്സിലാവും. സോ എന്നാൽ ഈ ഒരു പോർഷന് അധികം വലിയ ക്രാക്കുകൾ വീണിട്ടില്ല. സോ അതിൻ്റെ കാരണം എന്താണ്? എന്നാൽ ഞാൻ ഇത് രണ്ടാമത് പണിഞ്ഞ വി ബോർഡ് ഹൗസ് രണ്ടാമത് ഒരു സെഷനായിട്ട് പണിഞ്ഞ ഭാഗമാണിത്. എന്നാൽ ആദ്യത്തെ സെഷനകത്ത് പണിഞ്ഞ ഭാഗത്ത് ഒരുപാട് ക്രാക്കുകളുണ്ട്. സോ അതും ഇതും പണിഞ്ഞപ്പോൾ തമ്മിലുള്ള ഡിഫറൻസ് ഇതൊക്കെയാണ് ഞാൻ നിങ്ങളോട് ഇന്ന് പറയാൻ തീർച്ചയായിട്ടും ആഗ്രഹിക്കുന്നത്. 6 വർഷം കഴിയുമ്പം ഞാൻ സാറ്റിസ്ഫൈഡ് ആണോ എന്ന് ചോദിച്ചാൽ ഡെഫിനറ്റ്ലി ഞാൻ സാറ്റിസ്ഫൈഡ് ആണ്. സോ ഞാൻ കൃതാർത്ഥനാണ്. കാരണം ധാരാളം പൈസ എൻ്റെ കയ്യിൽ നിന്ന് പോകാതെ തന്നെ എനിക്കിത് മാനേജ് ചെയ്യാൻ, പണിതെടുക്കുവാൻ തീർച്ചയായിട്ടും സാധിച്ചു. ആദ്യം ഈ എൻ്റെ വീടൊന്ന് നിങ്ങൾ കണ്ടു നോക്കുക. ഇതാണ് എൻ്റെ കയറി വരുന്ന വീടിൻ്റെ പോർഷൻ. ഇവിടെ ഒരു ലൈറ്റിന് ചെറിയൊരു പ്രശ്നമുണ്ട്. സോ ഇതാണ് കയറി വരുന്ന ഒരു പോർഷൻ. ജസ്റ്റ് ഒരു ലിവിങ് റൂം പോലെ, ഹാള് പോലെ ഒക്കെ ഉണ്ടാക്കിയതാണ്. സോ അത് കഴിഞ്ഞാണ് ഇത് എൻ്റെ റാക്കുകളായിരുന്നു. നിങ്ങൾക്ക് വീട് നേരത്തെ എൻ്റെ വീഡിയോ കണ്ടിട്ടുള്ളവർക്ക് അറിയാവുന്ന കാര്യമാണ്. സോ ഇതിനകത്ത് മൊത്തം സ്റ്റോറേജ് സ്പേസ് ആണ്, റാക്കുകളാണ് മൊത്തം. എന്നിട്ട് 2 ആയിട്ട് ബെഡ്റൂം ഞാൻ ഉണ്ടാക്കി. ഇതൊരു ഒരു പാസേജ് പോലുള്ള സ്ഥലമാണ്. പിന്നെ ഉള്ളത് ഒരു ബെഡ്റൂമാണ്. സോ ഇതാണൊരു വലിയ ബെഡ്റൂമാണ് ഇതിനകത്തുള്ളത്. നിങ്ങൾക്ക് അവിടെ കണ്ടു കഴിയുമ്പോൾ മനസ്സിലാക്കുക എവിടെയെല്ലാം ഞാൻ ക്രാക്ക് വന്നതിന് പുട്ടി ഇട്ട് വെച്ചിരിക്കുകയാണ്. ക്രാക്കിനുള്ള പുട്ടി അടിച്ചിരിക്കുന്ന അടുത്ത പെയിൻറ്റിങ് വരുമ്പം. സോ അത് വീണ്ടും റെഡിയാക്കാൻ വേണ്ടിയാണ്. ഇവിടെ ഒരുപാട് വരകളൊക്കെ ഇവിടെ നടന്നിട്ടുണ്ട്. കുഞ്ഞുങ്ങൾ ഒരുപാട് വരച്ചിട്ടുണ്ട്. അവർക്ക് അതിനുള്ള സ്വാതന്ത്ര്യം നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. സോ ഇതാണ് ഒരു ബെഡ്റൂം എന്ന് പറയുന്നത്. സോ പിന്നെ ഉള്ളത് എൻ്റെ കമ്പ്യൂട്ടർ റൂമാണ്. ഞാൻ ആദ്യം നിങ്ങളെ കാണിച്ച എനിക്ക് വർക്കൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയ ആയിരുന്നു. സോ അതിനകത്ത് നല്ല രീതിയിൽ നമ്മൾ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. നമുക്ക് വേണ്ടിയ സ്പെസിഫിക്കേഷൻ്റെ ബേസിൽ അതെല്ലാം കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഉള്ളത് 1 മോർ ബെഡ്റൂമാണ് ഉള്ളത്. ഒരു ബെഡ്റൂം കൂടെ ഉണ്ട്. ഇത് വെളിയിലോട്ട് ഇറങ്ങാനുള്ള പോർഷനാണ്. കൂടാതെ ഒരു ബെഡ്റൂം കൂടെ നമ്മുടെ കയ്യിലുണ്ട്. ഇതാണ് ഒരു ബെഡ്റൂമും കൂടെ ഉള്ളത്. ഓക്കെ, ഇത്രയും റൂമുകളാണ് നമുക്ക് പ്രധാനമായിട്ടും ഉള്ളത്. അപ്പോൾ ഫ്രണ്ട്സ്, ഈ 6 വർഷം കഴിയുമ്പം നമുക്കുണ്ടായ ദോഷങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് ആദ്യം ഞാൻ പറയാം. അത് കഴിഞ്ഞ് ഗുണത്തിലോട്ട് പോകാം. അതാണ് ഏറ്റവും ഭംഗിയായിട്ടുള്ള കാര്യം. ഒന്നാമത്തെ കാര്യം, ഓരോ വർഷം കഴിയുമ്പോഴും ഉണ്ടാകുന്ന ചൂടിൻ്റെ എഫക്റ്റ് എന്താണ്, ആ എഫക്റ്റ് നമ്മളെ എങ്ങനെ ബാധിച്ചു എന്നുള്ളതാണ്. നിങ്ങളിപ്പോൾ ഞാൻ കുറച്ച് വീഡിയോ കാണിച്ചപ്പം നിങ്ങൾ കണ്ടു, ഞാൻ ഓൾറെഡി AC വെച്ചു. സോ ഇന്നത്തെ കാലഘട്ടത്തിൽ ജനുവരി കഴിയുമ്പം മുതൽ ഇതിനകത്ത് ഉറങ്ങണമെങ്കിൽ AC വേണം. പക്ഷേ ഒരുപാട് ആൾക്കാർ എൻ്റെ വീഡിയോയുടെ മുകളിൽ വന്ന് കമൻറ്റ് ഉണ്ടായിരുന്നു ഏത് തരത്തിലാണ് ഈ ചൂട് കുറയ്ക്കാൻ ഉപയോഗിക്കുന്ന കാര്യങ്ങൾ എന്താണ്, ഷീറ്റിനടി എന്തൊക്കെ ചെയ്യണം, ഏത് തരത്തിലുള്ള ഷീറ്റ് ഇടണം, അതിനെപ്പറ്റിയൊക്കെ ആൾക്കാർ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് ആ തരത്തിൽ എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും പറയാം. സോ എന്നെ സംബന്ധിച്ച് അലൂമിനിയം ഷീറ്റ്സ് ആയിരുന്നു ഞാൻ ഇട്ടിരുന്നത്. അലൂമിനിയം ഷീറ്റ്സിൻ്റെ ഉള്ളത് കൊണ്ട് അടിയിൽ
ഞാൻ പാക്കിങ്ങും ഇട്ടില്ലായിരുന്നു. ചിലപ്പോൾ കുറയ്ക്കുന്നതിന് വേണ്ടിയൊക്കെ ആയിരുന്നു അങ്ങനെ ചെയ്തത്. പക്ഷേ പാക്കിങ് ഇടുന്നത് നല്ലതായിരുന്നു. സോ പാനൽ ചെയ്തിട്ടുണ്ട്, പക്ഷേ പാനൽ ചെയ്തിരിക്കുന്നത് വളരെ മിനിമം ലെവലുള്ള പാനലിംഗ് ആയിരുന്നു ചെയ്തത്. എനിവേ, അതുകൊണ്ടാകാം ഒരു ജനുവരി മാസം മുതൽ ജൂൺ മാസം വരെ നമുക്ക് മഴ പെയ്യുന്നിടം വരെ രാത്രിയിൽ അല്ലെങ്കിൽ ഒരു ഉച്ച കഴിഞ്ഞ് നമുക്ക് ഇതിനകത്തോട്ട് വന്നാൽ അസഹനീയമായ ചൂടാണ്. നമുക്ക് നിൽക്കാൻ പറ്റത്തില്ല. സാധാരണ എൻ്റെ താഴത്തെ പോർഷനിലും മുകളത്തെ പോർഷനിലും നിൽക്കുകയാണെങ്കിൽ നമുക്ക് മുകളിലോട്ട് കയറി വരാൻ തോന്നുകയില്ല. ആ തരത്തിലുള്ളൊരു സ്ഥിതിയാണ് മുകളിലുള്ളത്. സോ അതൊരു കുറ്റം ആണോ എന്ന് ചോദിച്ചാൽ ഡെഫിനറ്റ്ലി ഒരു കുറ്റമാണെന്ന് വേണേൽ പറയാം. ചൂട് ഇതിനകത്ത് കൂടുതലാണ്, നല്ലോണം ചൂട് തങ്ങി നിൽപ്പുണ്ട്. മുകളിൽ ഷീറ്റിൻ്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് കൊണ്ടാകാം, ബി ബോർഡിൻ്റെ കുറ്റം കൊണ്ടാണോ എന്ന് എനിക്കറിയത്തില്ല. എന്നാൽ ബി ബോർഡ് ഹൗസിൽ ഇതിനകത്ത് ചൂടുണ്ട് എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. തണുപ്പായ പെട്ടെന്ന് തണുപ്പാകുന്ന ഒരു പ്രകൃതി, ചൂടായ പെട്ടെന്ന് ചൂടാകുന്ന ഒരു പ്രകൃതിയാണ് എനിക്ക് ഫീൽ ചെയ്തത് ഈ വീട്ടിനകത്ത്. സോ അങ്ങനെ ഒരു എക്സ്പീരിയൻസ് ആണ് എനിക്കുള്ളത്. പിന്നെ എനിക്കുണ്ടായ മറ്റൊരു ബുദ്ധിമുട്ടാണ്, സോ ഇടയ്ക്ക് ഈ മോളിലെ ഷീറ്റിന് ചില ലീക്കേജുകൾ വന്ന് ഈ 6 വർഷത്തിനിടയിൽ സംഭവിച്ച ചില പ്രശ്നങ്ങളാണ് ഞാൻ പറയുന്നത്. ചില ലീക്കേജുകൾ വരാൻ വന്നു. അത് ഷീറ്റിൻ്റെ മുകളിൽ ലീക്കേജ് വന്നപ്പം ഏതാണ്ട് എൻ്റെ ഈ ഷീറ്റ് 20 വർഷത്തിന് മുകളിലായി. അതുകൊണ്ടാകാം ലീക്കേജ് വന്നത്. ലീക്കേജ് വന്നപ്പോൾ ഇതിൻ്റെ പാനലിൻ്റെ ഇടയ്ക്കൂടെ വെള്ളം ഇറങ്ങി വരുന്നൊരു സ്ഥിതി ഉണ്ടായി. അതുകൊണ്ട് കുറച്ച് ബുദ്ധിമുട്ടുകൾ എനിക്ക് അതിൻ്റെ ഇടയ്ക്ക് വന്നു. മഴ പെയ്തപ്പം വെള്ളം ചെറുന്നവരോട്ട് വന്നു. നമ്മൾ അറിഞ്ഞില്ലായിരുന്നു. സോ അന്ന് രാത്രി നമുക്ക് ബക്കറ്റുകളൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യേണ്ട സ്ഥിതി വന്നായിരുന്നു. അപ്പം ആ തരത്തിൽ ഒരു ബുദ്ധിമുട്ട് എനിക്കുണ്ടായി. എല്ലായിടത്തും ഉണ്ടാകണമെന്നില്ല, എന്നാൽ എൻ്റെ വീടിൻ്റെ ഷീറ്റിട്ടതിൻ്റെ കാഴപ്പഴക്കം കൊണ്ടാകാം ആ തരത്തിൽ സംഭവിച്ചത്. സോ കുറച്ച് ലീക്കേജുകളൊക്കെ വന്നു. പക്ഷെ ഞാൻ അത് ക്ലിയർ ചെയ്തു. അവർ ഇത് പണിഞ്ഞ ആൾക്കാർ വന്ന് അത് സർവീസ് നന്നായിട്ട് ചെയ്ത് എനിക്ക് തരികയും ചെയ്തു. അതുകൊണ്ട് ആ തരത്തിലുള്ള ബുദ്ധിമുട്ടുകളൊന്നും എനിക്കുണ്ടായില്ല. സോ ഇതൊരു കുറവായിട്ട് എനിക്ക് കാണാൻ സാധിച്ച മറ്റൊരു കാര്യമാണ്. മറ്റൊരു ദോഷം ഇതാണ്. നമ്മൾ ഈ ടൈല് നമ്മൾ ഇട്ടിരുന്നു. ടൈലിൻ്റെ ഇവിടെ മുകളിലോട്ടുള്ള ചില ഭാഗങ്ങൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. എന്താ, ഞാൻ അടുത്ത് കാണിക്കാം. സോ അടുത്ത് കാണിക്കുമ്പോൾ തോന്നി നോക്കി, സോ ഇതിങ്ങനെ ഇളകി പോകുന്ന ഒരു സ്ഥിതി വന്നിട്ടുണ്ട്. സോ ചില ഭാഗങ്ങളിൽ ടൈൽ ഇളകിപ്പോയി. അത് പ്രോപ്പറായിട്ട് ഒട്ടിക്കാത്തത് കൊണ്ടാകാം, ഈ തരത്തിൽ ഒട്ടിച്ച ആൾക്കാർക്ക് എക്സ്പീരിയൻസ് ഇല്ലാത്തത് കൊണ്ടാണോ എന്ന് എനിക്കറിയത്തില്ല. സോ അങ്ങനെ ഒരു ചെറിയൊരു പ്രോബ്ലം ഈ ടൈലിങ് സൈഡുകളിൽ ഈ വി ബോർഡിൽ ഒട്ടിക്കുന്ന സ്ഥലങ്ങളിലെ ടൈലുകൾക്ക് അങ്ങനെ ഇളകി വരുന്ന ഒരു രീതി ഞാൻ കണ്ടായിരുന്നു. സോ അത് ജസ്റ്റ് 6 വർഷം കഴിയുമ്പോൾ അതൊരു ജസ്റ്റ് കുറവായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. പിന്നെ ഞാൻ നിങ്ങളോട് പറഞ്ഞ കാര്യമാണ്, ഇത് രണ്ടാമത് ഞാൻ ചെയ്തതാണ് ഈ പോർഷൻ, ഈ ഭാഗം. സോ ഇത് ഞാൻ ആദ്യം ചെയ്ത ഭാഗത്തെ ഭിത്തിയാണ്. ഇത് പക്ഷേ രണ്ടാമത് ഞാൻ ചെയ്ത ഭാഗത്തെ ഭിത്തിയാണ്. ഇവിടെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ കുറച്ച് അധികം ക്രാക്കുകളുണ്ട്. കണ്ടോ, ഇവിടെ ക്രാക്കുകൾ വന്നിട്ടുണ്ട്. ഞാൻ വീണ്ടും അതിനെ മണ്ടയ്ക്ക് പുട്ടിയിട്ടതാണ്. അവിടെയും ക്രാക്കുകൾ വന്നിട്ടുണ്ട്. സോ എന്നാൽ ഈ ഒരു ഭിത്തിയിൽ അത്ര വലിയ ക്രാക്കുകൾ വന്നിട്ടില്ല. സോ ഇന്നത്തെ സാഹചര്യത്തിൽ ഒരുപാട് പുതിയ തരത്തിലുള്ള പുട്ടികൾ ഇതിനു വേണ്ടി, വി ബോർഡിന് വേണ്ടി തന്നെയുള്ള പുട്ടികൾ ഇറങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് ആ തരത്തിലുള്ള പുട്ടികൾ ഉപയോഗിച്ച് ആണ് ഈ ഭിത്തി ചെയ്തിരിക്കുന്നത്. എന്നാൽ ഇത് ഞാൻ ആദ്യം ചെയ്ത ഭിത്തി, അതുകൊണ്ട് അന്ന് ആ തരത്തിലുള്ള പുട്ടികൾ ഉണ്ടായിരുന്നോ എന്ന് എനിക്കറിയത്തില്ല. പക്ഷെ അവരന്ന് ഉപയോഗിച്ചത് ജനറലായിട്ട് ഉപയോഗിക്കുന്ന പുട്ടിയാണ് ഉപയോഗിച്ചത്. അതുകൊണ്ടാണ് സോ ഇവിടെ ക്രാക്കുകൾ വീഴുകയും അവിടെ ക്രാക്കുകളൊന്നും ഇല്ലാതിരിക്കുകയും ചെയ്യുന്നതിൻ്റെ റീസൺ അതാണ്. അപ്പോൾ നിങ്ങൾ തിരക്കുക, ഇത് പണിയാൻ വരുന്ന ആൾക്കാർക്ക് അറിയത്തില്ല ഇതിൻ്റെ പ്രോപ്പറായിട്ടുള്ള പുട്ടി ഏതാ ചെയ്യേണ്ടതെന്നുള്ളത് അറിയത്തില്ല. സോ അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. എന്നാൽ രണ്ടാമത് ചെയ്തപ്പം ഇതിൽ അതേപോലെ ക്രാക്കുകളില്ല. അതിന് കാരണം അതിന് ആവശ്യമായിട്ടുള്ള ഏത് പുട്ടിയാണെന്ന് അറിഞ്ഞ് മനസ്സിലാക്കി അത് ചെയ്തതുകൊണ്ടാണ്. പിന്നെയുള്ള മറ്റൊരു ദോഷം എന്ന് പറയുന്നത്, നമ്മളിപ്പോൾ ഇത് ഇടുങ്ങിയ സ്ഥലമാണ്. ഇതിലേക്കൂടെ ഒരു മേശയോ കൂടുതൽ വശങ്ങളുള്ള എന്തെങ്കിലും സാധനങ്ങൾ കൊണ്ടുപോവുകയോ ചെയ്യുകയാണെങ്കിൽ അത് ഇടിച്ച് പൊട്ടാനുള്ള സാഹചര്യം ഉണ്ട്. അതുകൊണ്ട് ഇതുപോലെ ഉള്ള സാഹചര്യങ്ങളിൽ
വലിയ ഫോഴ്സ്ഫുള്ളി ഒന്നും ഇടിക്കാത്ത രീതിയിലുള്ള ചില ക്രമീകരണങ്ങൾ നമ്മൾ ചെയ്താൽ വളരെ പീസ്ഫുള്ളി നമുക്ക് ഉപയോഗിക്കാൻ ശ്രമിച്ചാൽ നല്ലതായിരിക്കും. അത്തരത്തിൽ ഇപ്പോൾ എൻ്റെ വീട്ടിൽ കുഞ്ഞുങ്ങളുണ്ട്, അവരെന്തെങ്കിലും സാധനം എടുത്തിട്ടു, എറിഞ്ഞു, ബോളിട്ട്, ചില കുഞ്ഞുങ്ങൾ ബോൾ എടുത്തെറിയും. അങ്ങനെയൊന്നും ഇതിനകത്ത് അങ്ങനെ പറ്റുമോ എന്ന് ചോദിച്ചാൽ പറ്റും, പക്ഷേ അതിനുള്ള പൊട്ടാനുള്ള ചാൻസസ് കൂടുതലാണ്. അതുകൊണ്ട് ഇത് ആ തരത്തിൽ നമ്മൾ സൂക്ഷിച്ച് ഉപയോഗിക്കുക തന്നെ ചെയ്യണം. അത് കുറച്ചുകൂടി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ദോഷവശമായിട്ട് എനിക്ക് കണ്ട ഒരു കാര്യം. ദോഷമായിട്ട് തോന്നിയ മറ്റൊരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ഒരു പുറത്തു നോക്കുമ്പോൾ ഇതിൻ്റെ ഭംഗിയെ പറ്റിയുള്ള ഒരു ബോധ്യമാണ്. എനിക്ക് അത്തരത്തിലൊരു വിഷമമൊന്നുമില്ല. എന്നാൽ വെളിയിൽ നിന്ന് നോക്കിയാൽ ഒരു വലിയ ഒരു ബോക്സ് വീട് ഇരിക്കുന്നു എന്നുള്ളതിൻ്റെ അപ്പുറത്ത് ഇതിനകത്ത് അത്തരത്തിലുള്ള ഭംഗിയോ ഒന്നുമില്ല. ജസ്റ്റ് കാണാൻ അത്ര അകത്തുനിന്ന് വലിയ ഉള്ള ഭംഗിയുടെ അത്രയും വെളിയിൽ നിന്ന് നോക്കുമ്പോൾ ഇല്ല. അത് വരുത്തുന്നതിന് വേണമെങ്കിൽ ചില കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാനുള്ളതേ ഉള്ളൂ. പക്ഷെ അതൊന്നും ഞാൻ ചെയ്തില്ല. കോസ്റ്റ് കുറയ്ക്കുന്നതിന് വേണ്ടിയുള്ള ഒരു സാധനമായിരുന്നു. എന്നാൽ അകത്ത് നിന്ന് നോക്കുമ്പോൾ നമുക്ക് വളരെ സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ഒരു വീടായി എനിക്ക് തീർച്ചയായിട്ടും എൻ്റെ വീട് കഴിഞ്ഞു എന്നുള്ളതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. എന്തൊക്കെയാണ് ഈ ഒരു വീബോർഡ് ഹൗസ് വെച്ചതുകൊണ്ട് ഈ 6 വർഷം കഴിയുമ്പോൾ എനിക്കുള്ള സന്തോഷം എന്താണെന്ന് ചോദിച്ചാൽ, ഒരു 2-2.5 ലക്ഷം രൂപ കൊണ്ട് നമുക്ക് നല്ല ഒരു വീട്, 2 വലിയ ബെഡ്റൂമും, എനിക്ക് ഇന്ന് ജോലി ചെയ്യാനുള്ള ഒരു സ്ഥലവും ഒരു ഹോളും ഒക്കെ കിട്ടി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മുകളിലുണ്ടായിരുന്ന ഈ സ്പേസിനെ നന്നായിട്ട് യൂട്ടിലൈസ് ചെയ്ത് വളരെ പണം കുറച്ച് ഈ ഒരു വീട് വെക്കാൻ സാധിച്ചു എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ കൃതാർത്ഥത. അന്ന് അത് ചെയ്തത് ഏറ്റവും നന്നായി. എന്നാൽ ഇന്ന് ഇത് ചെയ്യുമ്പം ഇതിനുള്ള കോസ്റ്റ് വളരെ കൂടി എന്നുള്ളതിൽ സന്തോഷമല്ല, നമുക്കുള്ളൊരു ഇന്നത്തെ രീതിയിൽ അത് കൂടി, അതിൽ ദുഃഖമാണ്. ഇന്ന് വെക്കുന്ന ആൾക്കാർക്ക് കുറച്ചുകൂടെ മിതമായിട്ടുള്ള രീതിയിൽ വെക്കാൻ കഴിയുന്നില്ല എന്നുള്ളൊരു വിഷമവും എനിക്കുണ്ട്. എന്തായാലും അന്ന് അത് വെച്ചതുകൊണ്ട്, 6 വർഷത്തിന് മുമ്പ് അത് വെച്ചതുകൊണ്ട് കുറച്ചുകൂടെ നന്നായിട്ട് കോസ്റ്റ് കൺട്രോൾ ചെയ്യുന്നതിന് എനിക്ക് സാധിച്ചു എന്നുള്ളതാണ്. ആദ്യ കാലഘട്ടത്തിൽ ചിലരൊക്കെ പറഞ്ഞു ഇത് വെച്ചാൽ പ്രശ്നമാവും, കാറ്റത്ത് ഉരുണ്ട് വീഴും. വലിയ കാറ്റൊക്കെ അടിച്ചു, ഒരു പ്രശ്നമില്ല, ഒരു ബുദ്ധിമുട്ടും ഉണ്ടായില്ല, മറ്റ് ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടായില്ല. വെള്ളം ഇതിൻ്റെ ഇടയ്ക്കൂടെ വരും എന്നൊക്കെ ആൾക്കാർ പറഞ്ഞു. 2 വർഷവും നമ്മൾ അപ്പുറവും ഇപ്പുറവും നന്നായിട്ട് 2 ബോർഡ് വെച്ച് ചെയ്യുന്നതുകൊണ്ട് അതിനകത്ത് വെള്ളം വരുന്ന പരിപാടിയോ പ്രശ്നങ്ങളോ ഒന്നും ഉണ്ടായില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിലുപരിയായി നമുക്ക് നമ്മുടെ ജീവിത ചെലവുകൾ കുറയ്ക്കുന്നതിന് സാധിച്ചു. എന്നെപ്പോലുള്ള ഒരു സാധാരണ താഴെ ഇൻകം കൊണ്ട് ജീവിക്കുന്ന ഒരാൾക്കൊക്കെ ഇതിലേക്ക് വേണമെങ്കിൽ മാറാം. 6 വർഷം കൊണ്ട് എനിക്കിതിനകത്ത് ജീവിച്ചത് കൊണ്ട് ഒരു പ്രശ്നങ്ങളും എനിക്ക് ഉണ്ടായിട്ടില്ല. ശാരീരികമായി ഒന്നും ഒരു പ്രശ്നവും ഉണ്ടായിട്ടില്ല. ചിലരൊക്കെ പറഞ്ഞു ശാരീരികമായ പ്രശ്നം ഉണ്ടാകും, സിമെൻറ്റ് ബോർഡാണ് മറ്റേതാണ് എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു. അതിനകത്ത് ഒരു ബുദ്ധിമുട്ടും ഉണ്ടായില്ല, ശാരീരികമായ ഒരു ബുദ്ധിമുട്ടും ഇല്ല. സന്തോഷപൂർവ്വം ജീവിക്കാൻ കഴിഞ്ഞു. 6 വർഷം ഇതിനകത്ത് കഴിഞ്ഞത് വളരെ സന്തോഷമാണ്. നിങ്ങൾക്ക് തീർച്ചയായിട്ടും പ്രിഫർ ചെയ്യുക. 40 വർഷം 50 വർഷമൊക്കെ ഈ വീടിൻ്റെ കാലാവധി പറയുന്നുണ്ട്. അത്രയൊന്നും നമ്മൾ വീട് കൊണ്ടുപോകുന്നൊന്നും എനിക്കറിയത്തില്ല. എന്തായാലും നമുക്ക് നോക്കാം. അടുത്ത വർഷം വീണ്ടും ഞാൻ ഇതിൻ്റെ റിവ്യൂ എഴുതും, 7ാം വർഷത്തെ റിവ്യൂ നമുക്ക് നോക്കാം. താങ്ക് യു വെരി മച്ച്. ബൈ ബൈ.